എല്ലാവർക്കും നമസ്കാരം. സാങ്കേതിക വിദ്യയും നാടകത്തനിമയും പാനലിസ്റ്റുകളെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരിട്ട് വിഷയാവതരണത്തിലേക്ക് കടക്കുകയാണ്. നാടകം തിയേറ്റർ ഉണ്ടായി തുടങ്ങിയൊരു കാലം തൊട്ട് തന്നെ അതിൻ്റെ സങ്കേതങ്ങൾക്കും കൃത്യമായിട്ടുള്ള വളർച്ച അതിനോടൊപ്പം തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ വലിയ മാസ്കുകളിൽ ശബ്ദം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ചെറിയ കോളാമ്പികൾ മുതൽ പിന്നീട് ലൈറ്റിൻ്റെയും സെറ്റിൻ്റെയും ഒക്കെ മേഖലകളിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക വികാസങ്ങളാണ് തിയേറ്റർ മേഖലകളിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കലാനിലയം പോലെയുള്ള നാടക ടീമുകൾ നാടകരംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള വലിയ വിപ്ലവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അക്കാഡമിക്കലായിട്ട് നാടക സങ്കേതങ്ങളെ പറ്റി പഠിക്കുകയും അതേസമയത്ത് അതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വരികയും ചെയ്യുന്ന ഒരു ജനറേഷൻ കൂടെ നിലനിൽക്കുന്നുണ്ട്. നാടകത്തിൽ ഈ പറഞ്ഞതുപോലെ സിനോഗ്രഫിക്കലായിട്ട് സെറ്റിൻ്റെയോ ലൈറ്റിൻ്റെയോ മേഖലകളിൽ മാത്രം എക്സ്പെരിമെൻറ്റുകൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറിയിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും എക്സ്റ്റെൻഡഡ് റിയാലിറ്റിയുടെയും ഒക്കെ സാധ്യതകൾ ഉൾപ്പെടെ നാടക മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോവിഡിൻ്റെ ഒക്കെ ഒരു ലോക്ക്ഡൗണിന് ശേഷം പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാടകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും അവിടെയൊക്കെ ഈ സങ്കേതങ്ങളുടെ വലിയ തരത്തിലുള്ള സഹായം തിയേറ്റർ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന അതേ സമയത്താണ് ഈ സങ്കേതങ്ങൾ നാടകത്തിൻ്റെ ഒരു തനതായിട്ടുള്ള രൂപത്തിനെ ഹനിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിൻ്റെ കൂടെ ഉയരുന്നത്. ഏതളവിലൊക്കെ നമുക്ക് സങ്കേതങ്ങളെ ഉപയോഗിക്കാം എന്നുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്താണ് ഈ ചർച്ചയുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ചർച്ചയിലേക്ക് ഓരോ സ്പീക്കേഴ്സിൻ്റെയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ തുറന്നൊരു സംവാദത്തിലേക്ക് പോകാം, അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നത്. അപ്പോൾ 3 പാനലിസ്റ്റുകൾക്കും വേണ്ടിയിട്ട് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെ ഞാൻ അവരോട് ചോദിക്കുകയാണ്. ഈ നാടകത്തിൽ ഈ സങ്കേതം എന്നുള്ളത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ ഈ തനിമ എന്നുള്ള ഒരു അണ്ടർലൈൻഡ് വേർഡ്, അപ്പൊ അതിനുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സങ്കേതങ്ങൾ ഈ തനിമയെ ഇല്ലാതെയാക്കാൻ എപ്പോഴേലും മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടുകൊണ്ട് ഞാൻ ചന്ദ്രാസൻ മാഷിലേക്ക്, ഓക്കെ, രാജാവാര്യർ മാഷിലേക്ക് മൈക്ക് കൈമാറാണ്. ഏവർക്കും നമസ്കാരം. ഞാൻ രാജാവാര്യർ. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൽ തന്നെ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് പുതിയ സങ്കേതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള, എന്നാൽ അവതരിപ്പിക്കുന്നത് നാടകം ആണ് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങി വെച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. ആദ്യമായിട്ട് ഈ നാടകം, തനിമ എന്നുള്ളൊരു വാക്കും പറഞ്ഞു, ഒറിജിനാലിറ്റി എന്ന് എന്തായിരിക്കും. അപ്പം നമ്മൾ നാടകത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് തൊട്ട് അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, പരിമിതമായ ഇടത്തിൽ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ, ഈ അണ്ടകടാഹത്തിലെ ഏതോ ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട ഒരു അടരിനെ നിയതമായ ഒരു ഇടത്തിൽ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് നാടകം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം, ഇങ്ങനെ ഈ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അമൂർത്തമായിട്ടുള്ള കൃതിയെ മൂർത്തവൽക്കരിക്കുക, എംബോഡീഡാക്കുക എന്നുള്ള മൂർത്തവൽക്കരണമാണ് നടക്കുന്നത്. അത് നടക്കുന്നത് അരങ്ങിൽ നടീനടന്മാരാലാണ്. അപ്പോൾ അവിടെ നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള യൂറോപ്യൻ തിയേറ്ററിൻ്റെ സംസ്കൃതിയുടെ അടിവേരുകൾ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഗ്രീക്ക് തിയേറ്റർ തൊട്ട് റോമൻ തിയേറ്റർ തൊട്ട് എലിസബത്തൻ തിയേറ്റർ എടുത്താലും നമ്മുടെ ഏഷ്യൻ തിയേറ്ററിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു കാട്ടാവുന്ന ഭാരതീയ നാടക സങ്കല്പത്തിലുമൊക്കെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, ക്ലാസിക്കലായിക്കോട്ടെ, ട്രൈബലായിക്കോട്ടെ, ഫോക്കായിക്കോട്ടെ, റിച്വൽ ആയിക്കോട്ടെ, ഇതിലേത് വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിലും നമുക്കൊരു കാര്യം തിരിച്ചറിയാവുന്നതാണ്, അരങ്ങിൽ പരമപ്രധാനം നടന് തന്നെയാണ്. ഇതൊരു പാരമ്പര്യവാദിയാണ് ഞാൻ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചരിത്രപരതയെ അന്വേഷിച്ച് പോകുമ്പോഴുള്ള
ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടക്കവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു എന്ന് മാത്രം. ഇനി നമ്മുടെ ഈ പുതിയ കാലത്തിലെ അരങ്ങിൻ്റെ പുതിയ ഭാവുകത്വത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ലോകമെമ്പാടും നടത്തുന്ന അരങ്ങിലെ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ പ്രയോക്താക്കൾ, അന്വേഷകർ കണ്ടെത്തുന്നതുമ്പോഴും അരങ്ങിൽ പരമപ്രധാനം നടന് ആണ് എന്നത് തന്നെയാണ്. അപ്പോൾ സാങ്കേതികത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സങ്കേതം എന്ന് പറയുന്ന വാക്കിന് തന്നെ ഉണ്ട്. ഇപ്പോൾ കൂടിയാട്ടത്തിൽ സങ്കേതമുണ്ട്, സാങ്കേതിക അധിഷ്ഠിതമായിട്ടാണ്. പക്ഷേ ഇവിടെ ടെക്നിക്കൽ അതായത് ഈ ഇതുമായിട്ട് ഈ നടനപ്പുറമുള്ള എന്തൊക്കെയാണോ ഗ്രോട്ടോസ്കി മാറ്റിവെക്കാൻ പറഞ്ഞത്, പേർ തിയേറ്ററിൽ സങ്കല്പവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ മാറ്റിവെക്കാൻ പറഞ്ഞത്, ആ മാറ്റിവെക്കുന്ന ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള തിയേറ്ററിൻ്റെ നവീന രീതികളെ പറ്റിയിട്ടുള്ള ഒരു ഇടത്തിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ ചർച്ച എന്നാണ് എൻ്റെ ചെറിയ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒന്നാമതായി അത്തരത്തിലുള്ള സാങ്കേതികതകൾ എവിടെ കൂടുന്നോ അവിടെ നടൻ കേവലം ചെറുതായി പോകുന്നൊരവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. രൂപനിർമ്മിതികളുടെ പുതിയ കാലത്ത്, വർത്തമാന കാലത്ത് ആദ്യം ഞാൻ സൂചിപ്പിച്ച പരിമിതമായ ഇടങ്ങിലുള്ള പുതിയ രൂപനിർമ്മിതികളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രയോക്താക്കൾ അങ്ങനെ ഈ ശരീരഭാഷയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിലുപരി ഈ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നടൻ കേവലം ചുരുങ്ങിപ്പോകുന്നു എന്നൊരു അവസ്ഥ നമ്മൾ ഏവർക്കും കണ്ടിട്ടുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഈ കാലത്ത്. തുടർന്ന് വരുന്ന ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാം. എല്ലാവരും സംസാരിക്കണമല്ലോ. സമയത്തിനാണ് ഏറെ പ്രാധാന്യം ഇവിടെ. ചന്ദ്രദാസൻ മാഷോടാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമുക്കറിയാം, ലോകധർമ്മയിലൂടെ കേരളത്തിൽ കൃത്യമായ ഇടവേളകളിൽ നാടകങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സംവിധായകനാണ്. മാഷിന്റെ നാടകങ്ങളിൽ സങ്കേതങ്ങളുടെ സാധ്യത ഉപയോഗിക്കുന്ന സമയത്ത് അത് നാടകത്തിന്റെ കൃത്യമായ ഒരു ഡെവലപ്മെന്റിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണോ, അതോ ഒരു സംവിധായകന്റെ ഒരു, പലപ്പോഴും പറയുന്നേക്കാം ഈ സംവിധായകന് മൊത്തത്തിലുള്ള ഡിസൈനിങ്ങിനെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഒരു എളുപ്പമാക്കാൻ സങ്കേതങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഈ നാടകത്തിലെ സങ്കേതങ്ങളെ പറ്റിയിട്ടുള്ള മാഷിന്റെ ഒരു കാഴ്ചപ്പാട്. ശ്യാം, അത് എൻ്റെ കാഴ്ചപ്പാടിന് ഈ യൂണിവേഴ്സലായ പ്രസക്തിയൊന്നുമില്ല. അത് ഞാൻ നാടകം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസോഴ്സസ്, എൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന ടെക്സ്റ്റ്, ഞാൻ ചെയ്യുന്ന ഇടം, ഇതൊക്കെയാണ് എൻ്റെ ആ നാടകത്തിൻ്റെ രൂപത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം അത് ഈ ഒരു വിഷയത്തിൻ്റെ സാങ്കേതിക തനിമയും നാടകവേദിയും എന്നുള്ള ആ ഒരു നാടക തനിമയും എന്നുള്ളൊരു വിഷയത്തിൻ്റെ ഒരു ആത്യന്തിക വാക്യം എന്നുള്ളത് എൻ്റെ മാത്രം ശരിയാണ്. അപ്പോൾ നാടകത്തിൽ ഒത്തിരി ശരികളുണ്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് നാടകം അങ്ങനെ ആകാവുള്ളൂ, ഇങ്ങനെ ആകാവുള്ളൂ, അതാണ് ശരി, ഇതാണ് ശരി, എൻ്റെ മകനാണ് ശരി എന്ന് പണ്ട് തോകുൽവാസി എഴുതിയ നാടകത്തിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ മാത്രം പറയുന്ന ദുശാഠ്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഈ രണ്ട് പക്ഷത്തുമുണ്ട്. ഒരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയത്, ഈ നാടക തനിമ എന്ന് പറഞ്ഞാൽ, സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വളരെ ഫ്ലിംസിയായ വാക്കുകളാണ്. ഗ്രീക്ക് കാലഘട്ടത്തിൽ നാടക തനിമ എന്ന് പറഞ്ഞതല്ല ഷേക്സ്പിയറിന്റെ നാടക തനിമ എന്ന് ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്നത്. അതല്ല സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയിൽ പറയാൻ പറ്റുന്നത്. ഓരോ കാലത്തിലും ഓരോ ഇടത്തിലും നാടകം അതിൻ്റെ രൂപത്തെ പുനർനിർണയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇവോൾവ് ചെയ്യുകയാണ്, ഇപ്പോൾ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ആദ്യകാലത്ത് ഗ്രീക്കിൽ നാടകം ചെയ്യുമ്പോൾ അവിടെ 15,000 ആളുകളൊക്കെ ഇരുന്ന് നാടകം കാണുന്നുണ്ട്. പകൽ വെളിച്ചത്തിലാണ് നാടകം നടക്കുന്നത്. ഇലക്ട്രിക് ലൈറ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നീട് വൈദ്യുതി കണ്ടുപിടിക്കുന്നതോടെ ഈ നാടകത്തിന്റെ ഘടനയും രീതിയും മാറുകയാണ്. ഇപ്പൊ ഗിരീഷ് കർണാട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗിരീഷ് കർണാട് പറഞ്ഞത്, പുള്ളി നാടകകൃത്താണ്, പെർഫോമൻസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നാടകം എഴുതുന്നതാണ്. പുള്ളി പറഞ്ഞു, സ്പോട്ട് ലൈറ്റ് കണ്ടതോടുകൂടി എൻ്റെ എഴുത്ത് തന്നെ മാറിയെന്നാണ് പറയുന്നത്. സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നതോടുകൂടി, അത് അരങ്ങിൽ പരന്നു കിടക്കുന്ന വെളിച്ചമല്ലാതെ ഒരാളിലേക്ക് മാത്രം കാണിക്കാൻ, ഇപ്പൊ സജിതയെ മാത്രം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതോടുകൂടി ഞാൻ എഴുതുന്ന രീതി മാറണം. കാരണം എന്താണ്, എനിക്ക് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക്, വികാരത്തിലേക്ക്, ചിന്തയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ അവസരം കിട്ടുകയാണ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ, അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് മുമ്പുള്ള നാടകവേദി പറഞ്ഞ രചനാ ഘടനയല്ല, നറേറ്റീവ് ഫോം അല്ല പിന്നീട് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം
ഏത് കാലത്താണ് ജീവിക്കുന്നത്, ആ കാലത്ത് എന്തെല്ലാം ഉണ്ടായി വന്നിട്ട് ഇത് സാങ്കേതിക വിദ്യയുടെ വല്ലാത്ത ഇൻഫ്ലുവൻസ് ആണ് അതെന്ന് പറയുന്നത്. ഇതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്, ഇതെല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇപ്പോൾ പറയുമ്പോൾ ഈ സാങ്കേതിക വിദ്യ എന്ന് ചർച്ചയിൽ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിന്റെ പിന്നിലുള്ളത് ഈ മൾട്ടിമീഡിയ യൂസേജും പ്രൊജക്ഷനും സൗണ്ട് ഡിസൈനിങ്ങും ഇവിടെ നടക്കുന്ന കാര്യത്തിൽ തന്നെ വേറൊരു ക്യാമറ വെച്ച് അവിടെ കൂടെ പ്രൊജക്റ്റ് ചെയ്യലും ഇങ്ങനെയൊക്കെയുള്ള ഈ പുതിയ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഇതിന്റെ മീതെ ഓവർലാപ്പ് ചെയ്ത് വരലും അങ്ങനെയൊക്കെയുള്ള ടെക്നോളജിയാണ്. അതും ഉപയോഗിക്കണമെന്നോ ഉപയോഗിക്കേണ്ടെന്നോ ഇത് നാടകത്തിനെ അന്യമാക്കുന്നോ നാടകത്തിന്റെ തനിമയെ തകർക്കുന്നോ ഒന്നും പറയാൻ നമുക്ക് വാസ്തവത്തിൽ പറ്റില്ല. അത് അതിൻ്റെ ഘടനയിൽ അത് ചെയ്യുന്ന കലാകാരന് അതിലൂടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ പ്രശ്നം ഈ എൻ്റെ നാടകങ്ങളുടെ വിഷയമൊന്നും ഞാൻ ഇപ്പം രാജാവാര്യർ പറഞ്ഞു നടനാണ് പ്രധാനം, നടൻ ഇതിനകത്ത് മുങ്ങിപ്പോകുന്നുണ്ടോ, നടൻ ഇല്ലാതാവുന്നുണ്ടോ? ഒരു പക്ഷേ പാശ്ചാത്യ നാടകവേദി എഴുത്തുകാരനായിരുന്നു പ്രധാനം. അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തം വായിക്കുമ്പോഴും ഷേക്സ്പിയറിന്റെ നാടകം നോക്കുമ്പോഴും ടെക്സ്റ്റാണ്, ഈ ടെക്സ്റ്റ് അല്ല പെർഫോമറാണ് പ്രധാനം എന്ന് ഏഷ്യൻ നാടകവേദന വിചാരിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് പ്രശ്നമല്ല, ടെക്സ്റ്റിനെ എങ്ങനെ നടൻ അവതരിപ്പിക്കുന്നു, നടന് കഥാപാത്രത്തോട് ഇന്റർപ്രിട്ടേഷനാണ് പ്രധാനമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മൾ ഈ ഭാരതീയം എന്ന് പറഞ്ഞ് കണ്ടാണ് അഭിമാനിക്കുന്നുണ്ട്. അത് ചൈനയിലും ജപ്പാനിലും ഒക്കെ അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏഷ്യൻ പെർസ്പെക്റ്റീവിലാണ് ആക്ടർ ഓറിയന്റഡ് പെർഫോമൻസ് ഓറിയന്റഡ് തിയേറ്റർ ഉണ്ടായിട്ടുള്ളത്. തിയേറ്ററിന് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു പ്രശ്നം പോക്കാണ്. രാമലീല പെർഫോമൻസ് ആണോ, നാടകമാണോ? മുടിയേറ്റ് നാടകമാണോ എന്ന് ചോദിച്ചാൽ വിശാലമായ അർത്ഥത്തിൽ അവയൊക്കെ നമ്മൾ നാടകം എന്ന പൊതുവായ പക്ഷേ ബ്രോഡർ ആയിട്ടുള്ള സെൻസിൽ കാണേണ്ടി വരും. പക്ഷെ ഓരോന്നിനും ഓരോ നിലപാട് തറയുണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു രൂപമുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടനയിൽ അത് നാടകമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് 3 തരത്തിലുള്ള രീതിയിൽ സമീപിക്കേണ്ടി വരുന്നു. ഒന്ന് ടെക്സ്റ്റ്. ഈ സാങ്കേതിക വിദ്യ ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അതാണ് ഗിരീഷ് കർണാട് സൂചിപ്പിച്ചൊരു കാര്യം. പെർഫോമൻസ്, തിയേറ്റർ. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ സാങ്കേതിക വിദ്യയെ പറ്റി ഘോരഘോരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം നമുക്ക് മര്യാദയ്ക്ക് നാടകം കളിക്കാൻ സ്ഥലമില്ലെന്നുള്ളതാണ്. ഏത് തിയേറ്ററിലാണ് നമുക്ക് നന്നായിട്ട് നിന്നുകൊണ്ടൊരു നാടകം കളിക്കാനുള്ള സ്പേസ് നമ്മുടെ നാട്ടിലുള്ളത്? ഈ പറയുന്ന കാര്യം അവിടെ കേൾക്കാൻ പറ്റുക, ഈ സ്റ്റേജിൽ അത്യാവശ്യം ഇടുന്ന ഒന്നാമത് പ്രൊസീനിയം മാത്രമല്ല സ്റ്റേജ്, നമുക്കത്. അപ്പൊ ഈ പെർഫോമൻസിൽ ആക്ടറും ഓഡിയൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അതിന് ലഘൂകരിക്കപ്പെടാതെ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ വാസ്തവത്തിൽ സാങ്കേതിക വിദ്യ തരേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ പകരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മൾട്ടിമീഡിയയെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ടെക്നോളജി ഇപ്പോൾ നമ്മൾ കളിനാടകം ചെയ്യുമ്പോൾ സജ്ജതയ്ക്ക് നമ്മൾ ലേബൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്, കാരണം അത് ആ പെർഫോമൻസിന് ആവശ്യമാണ്. ബാക്കിയുള്ള ഗായക സംഘത്തിൻ്റെയും മറ്റൊരു ഒരു പെർഫോമൻസിൻ്റെ ഒരു ബഹളമുണ്ട്. ആ ബഹളത്തിൽ കുറച്ചധികം സൈലന്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരാൾക്ക് ലേബൽ മൈക്ക് എന്ന് പറയുന്ന ടെക്നോളജി സാങ്കേതിക വിദ്യ നമ്മൾ മനഃപൂർവ്വം യൂസ് ചെയ്യണം. അപ്പൊ അത് പെർഫോമൻസ് ആണ് തീരുമാനിക്കുന്നത് ഇത് ഏതാണ് വേണ്ടുന്നത് വേണ്ടാത്തതെന്ന്. ആരെങ്കിലുമൊക്കെ മൾട്ടിമീഡിയ യൂസ് ചെയ്തെങ്കിൽ എൻ്റെ പ്ലേയിൽ ഞാൻ 1-2 പ്ലേയിൽ അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ പ്രൊജക്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സഫലമി യാത്ര എന്നുള്ള കക്കാടിന്റെ കവിത ചെയ്യുമ്പോൾ ആ കവിതയുടെ പിന്നിലൂടെ പെയിന്റിങ്ങുകളുടെയും മറ്റു ദൃശ്യങ്ങളുടെയും ഒക്കെ ഒരു സമാന്തരമായ ഒരു റീടെല്ലിങ് വേറെ തരത്തിൽ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പെയിന്റിങ്ങുകളിലൂടെയും അതിലുണ്ടാകുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൂടെയും ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കഥ നമ്മൾ ഇവിടെ അരങ്ങിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ നറേറ്റീവാണ്. ഇവിടെ ഒരു നറേറ്റീവ്, അവിടെ നറേറ്റീവ്, രണ്ടോട് ചേർത്തിട്ട് പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നു. ഇത് വേണമെങ്കിൽ ആ പ്ലേ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സാധ്യതയിലുണ്ടെങ്കിൽ, ഇപ്പോൾ അഭിലാഷ് പിള്ളയെ പറയാറുണ്ട്, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ അത്യാവശ്യം എല്ലാ പണി ഇതിനകത്ത് നടത്താൻ പറ്റുന്ന പറയുന്ന ഒരു സാങ്കേതിക വികാസത്തിന്റെ കാലത്താണ്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോഴും അടിസ്ഥാനമായ പ്രശ്നമൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന നാടകം അതിനോട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തോട് നമ്മുടെ നാടകം സംസാരിക്കുന്നുണ്ടോ? സ്വപ്നവാസവത്തെ ഞാൻ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്തെ സ്ത്രീ പുരുഷ ബന്ധത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ, വിവാഹത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സംസാരിക്കാൻ പറ്റുമോ? ശാകുന്തളം ചെയ്യുമ്പോൾ അതേ കാര്യം ചെയ്യാൻ പറ്റുമോ? ഇതില്ലെങ്കിൽ ഇതൊരു മ്യൂസിയം പീസാണ്. അത് ഷേക്സ്പിയർ ഏത് നാടകം ചെയ്യാൻ ഇത് ചെയ്യാൻ ഈ സംവേദനം സാധിക്കാൻ സാങ്കേതിക വിദ്യ ഏതാണോ നമുക്ക് വേണ്ടത് അത് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആകാമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വേണമെങ്കിൽ പറയാം. എനിക്കൊന്ന് കൂട്ടത്തിൽ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരാള് സജിതേച്ചിയാണ്.
അപ്പൊ അഭിനേത്രി എന്നുള്ള നിലയിൽ ഈ നാടകത്തിൽ ഇപ്പോ രാജാവാര്യർ സാർ പറഞ്ഞപ്പോഴും ആള് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, പലപ്പോഴും ഈ സങ്കേതങ്ങൾ, നാടകം ആത്യന്തികമായി നടന്റെയോ അല്ലെങ്കിൽ നടന്റെ ശരീരം, നടിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കലയാണ്. അവിടെ ഈ സങ്കേതങ്ങൾ വരുന്ന സമയത്ത് അത് വാനിഷ്ഡ് ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടോക്കാണ് എല്ലായിടത്തും നടക്കുന്നത്. ആസ് എ പെർഫോമർ, ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ സജിതേച്ചിയുടെ പെർഫോമൻസിനെ അത് വളരെ നെഗറ്റീവായിട്ട് അതിനെ എഫക്ട് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ അതിലേക്ക് വരാം, ആ ഡിസ്കഷനിലേക്ക് വരാം. ആദ്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ്. നാടകത്തനിമയും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ്. ഒന്നെന്താ വെച്ചാൽ ഈ നാടകത്തനിമ എന്നുള്ള വാക്കിന് തന്നെ ഒരു ഭയങ്കര പ്രോബ്ലം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ യഥാർത്ഥത്തിൽ നാടകത്തനിമ? അങ്ങനെയൊന്നും ഉണ്ടോ? അത് അത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ഇന്ന് നമുക്ക് നാടകത്തനിമയായി തോന്നുന്നത് നാളെ നമുക്ക് നാടകത്തനിമയായി തോന്നണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യുന്ന നാടകം തനിമയുള്ളതാണെന്നും ഇന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യുന്ന നാടകം അതിനത്ര തനിമ പോരാ എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ടെക്നോളജീനെ ഈ നാടകത്തനിമ എന്നുള്ള വാക്കിനോട് ചേർത്ത് വെക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അതെന്തോ ഒരു ഭയങ്കര എന്താ പറയുക, അപകടം പിടിച്ച, അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നാടകത്തനിമയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സാങ്കേതിക വിദ്യ. അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തനിമ എല്ലാ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കുവാണ്. വളരെ തനത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന സംഘങ്ങൾ പോലും അവർക്ക് ടെക്നോളജി ഉപയോഗിച്ചേ പറ്റൂ ഇപ്പോഴത്തെ കാലത്ത്. കാരണം അങ്ങനെയുള്ള തിയേറ്ററിൻ്റെ അകത്താണ് നമ്മൾ നാടകം ചെയ്യുന്നത്. അത്തരം ഗ്രൂപ്പ് ഓഫ് അങ്ങനെയുള്ള സ്ഥലത്ത് നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക, ഇത് ചെയ്തേ പറ്റൂ. എന്താ പറയുക, മൈക്കും ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ കാളി നാടകത്തിൽ വളരെ നാടകത്തനിമയോടുകൂടി ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് പിന്നെ മൈക്കില്ലെങ്കിൽ കാളിയുടെ ശബ്ദം എവിടെ എത്തില്ല. പക്ഷെ യഥാർത്ഥ കാളിയുടെ ശബ്ദം ലോകം മുഴുവൻ കിടുങ്ങണം, കാളി അലറുമ്പോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പോലും ആ ശബ്ദം അവിടെ എത്തില്ല. അത് എത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടർ ആണെങ്കിൽ പോലും. അപ്പൊ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതേ സമയത്ത് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇപ്പം നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് നമ്മൾ നാടകത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നമ്മളെ ഒരു ടെക്നോളജി വന്ന ഇപ്പം കേരളത്തിൽ മൈക്ക് വന്ന കാലത്ത് PK മേദിനിയെ കുറിച്ചിട്ട് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PK മേദിനി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവരാദ്യം പാട്ട് പാടുന്ന സമയത്ത് ഇതുപോലെയുള്ള വലിയ പിന്നെ സമ്മേളനങ്ങളിലൊക്കെയാണ് അവർ, നിങ്ങൾക്ക് അറിയാം, ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഒരു എന്താ പറയുക, ഉണർത്തുപാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്നത് വലിയ പരിപാടികൾ വരുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ആളെ കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പാട്ടുകൾ പാടും. ആ പാട്ടുകൾ പാടുന്ന സമയത്ത് അവർ മൈക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ചെറുപ്പത്തിൽ അവർ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മൈക്കിൻ്റെ കാലം വന്നു. അപ്പൊ PK മേദിനിയും ഉച്ചഭാഷിണിയും ഉണ്ടാവും എന്ന് നോട്ടീസുകളിൽ എഴുതപ്പെട്ടു. അപ്പം വൈക്കത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവര് മൈക്കിൽ പാട്ട് പാടുന്നത്. അപ്പം മൈക്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് മൈക്ക് മുന്നിൽ വെച്ച് പാട്ട് പാടിയപ്പോൾ അവർക്ക് ശരിയാവുന്നില്ല. അവര് പറയുന്നത് മൈക്ക് എൻ്റെ ശബ്ദത്തെ മുഴുവൻ വലിച്ചെടുക്കുന്നു, എൻ്റെ ശബ്ദം പുറത്തേക്ക് പോകുന്നില്ല എന്നതായിരുന്നു അവരുടെ അന്നത്തെ കംപ്ലൈന്റ്. കുറേ കാലം പിടിച്ചു മേദിനി ചേച്ചിക്ക്, 3-4 അരങ്ങുകൾ കഴിയേണ്ടി വന്നു മേദിനി ചേച്ചിക്ക് ആ പാട്ട് നോർമലായിട്ട് പാടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഉച്ചഭാഷിണി ആരാണ്, അവള് വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മേദിനി ചേച്ചിയുടെ അടുത്തേക്ക് ഒരാള് പരിപാടി കഴിഞ്ഞപ്പോൾ മൈക്കത്ത് വന്നു. അപ്പം മേദിനി ചേച്ചി പറഞ്ഞു ഉച്ചഭാഷിണി പിന്നെ എൻ്റെ അനിയത്തിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾക്കത് മനസ്സിലാവുന്നില്ല. അയാൾ ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കായിരുന്നു അന്ന് ഉച്ചഭാഷിണി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ചില തമാശകൾ മേദിനി ചേച്ചി അന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ പറയണത് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇപ്പൊ ഈ മൈക്ക് പിടിക്കുന്ന സാങ്കേതിക വിദ്യയായിട്ട് നമ്മൾ കരുതുന്നില്ല. ഇത് വളരെ നോർമലാണ്. ഈ ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് വളരെ നോർമലാണ്. ഇപ്പം ഞാൻ
ഇപ്പം അടുത്ത കാലത്താണ് ഗ്ലോബ് തിയേറ്റർ കാണാനുള്ള അവസരം കിട്ടിയത് ലണ്ടനിൽ പോയ സമയത്ത്. അപ്പം അവിടെ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാടകങ്ങൾ നടക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ലൈറ്റിലാണ് അവർ നാടകം ചെയ്യുന്നത്. പകൽ ചെയ്യുന്ന നാടകങ്ങളൊക്കെ ഇപ്പോഴും നാച്ചുറൽ ലൈറ്റിലാണ്. കാരണം അതൊരു എന്താ പറയുക, ഒരു ആർക്കൈവൽ അല്ല, എന്താ പറയുക, ഒരു മ്യൂസിയം പീസ് എന്നുള്ള രീതിയിലാണ് ആ സ്പേസിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിൽ ചെയ്യും. പിന്നെ വൈകുന്നേരവും അവർ നാടകം ചെയ്യും. അവർ യഥാർത്ഥത്തിൽ അന്നത്തെ ലൈറ്റിനെ മിമിക് ചെയ്യുന്ന ലൈറ്റാണ് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കണ്ടില്ല അന്ന് വൈകുന്നേരത്തെ നാടകം, ഞാൻ ഉച്ചയ്ക്കുള്ള നാടകമാണ് കണ്ടത്. അപ്പം അത് മിമിക് ചെയ്യാണ്. എന്നാലും ആ ടെക്നോളജി ഇല്ലാത്തവർക്ക് പറ്റുന്നുണ്ടാവില്ല. നേരിട്ട് ടെക്നോളജി ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പം മിമിക് ചെയ്യാം നമുക്ക്. അത് അതേപടി മ്യൂസിയം പീസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് തനത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കേരളത്തിലും ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ കൂടിയാട്ടത്തിനും കഥകളിക്ക് പോലും ലൈറ്റ്, ഒരു ലാമ്പ് വലുത് വെക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈറ്റ് വെക്കാൻ പറ്റുമോ എന്നിപ്പോൾ ആലോചിക്കാറുണ്ട്, വെക്കുന്നുമുണ്ട്. കാരണം വെച്ചാൽ അപ്പം മാത്രമേ ഇപ്പം എടുക്കുന്ന വീഡിയോയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ലൈറ്റ് കിട്ടുള്ളൂ. അപ്പം അത് വളരെ നോർമലായി കഴിഞ്ഞു നമുക്ക്. ഇനി ലേപ്പനും ഉപയോഗിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുന്ന സമയത്ത്. ഇപ്പം പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാവരും തന്നെ നാടകങ്ങളിൽ മൈക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് എന്താ പറയുക, പിന്നെ നേരത്തെ സംസാരിക്കുമ്പം പറയണ്ടായി കലാനിലയം തുടക്കത്തിൽ ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. ആ കാലത്ത് ഇത്രയും ടെക്നോളജിയുടെ സാധ്യതകൾ, ലോക്കൽ ടെക്നോളജി ഉപയോഗിക്കുന്നത്, അല്ലാതെ പിന്നെ എന്താ പറയുക, വളരെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി എന്നത് ലോക്കലായിട്ടുള്ള മനുഷ്യർ തയ്യാറാക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ ഇത്രയും ഗംഭീരമായിട്ടുള്ള നാടകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞു. അത് ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. കലാഭവനൊക്കെ ഇപ്പോഴും അതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അവരതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, പുതിയ രീതിയിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ഒഴുക്ക് പോലെയാണ്. നമ്മൾ തുടങ്ങിയിടത്തല്ല ഇപ്പം നിൽക്കുന്നത്. ഇനി നമുക്ക് പഴയതുപോലെ നാടകത്തനിമ എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. അത് നമ്മൾ കുറേ മാറിക്കഴിഞ്ഞു. നമ്മുടെ ചുറ്റുമുള്ള മാഷ് പറഞ്ഞ പോലെ സ്പേസ് തന്നെ മാറിക്കഴിഞ്ഞു. ശബ്ദങ്ങൾ, നമ്മളെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ മാറിക്കഴിഞ്ഞു. അത്രയും നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൊന്നുമല്ല നമ്മൾ നാടകങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു സ്പേസിൽ എന്നോട് നാടകം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വറീഡ് ആവും. കാരണം എൻ്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, തൊട്ടപ്പുറത്തു നിന്നുള്ള ശബ്ദം, അതൊക്കെ എനിക്ക് പ്രശ്നമാണ്. അത് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ ബാധിക്കും. ഡയറക്ടർ അതിനെക്കുറിച്ച് വറീഡാവും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം സൗണ്ടിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കും. പണ്ട് ഒരു മൈക്ക് വെച്ച് പറയുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു മിക്സർ ഇല്ലാതെ ആലോചിക്കാൻ പറ്റില്ല സൗണ്ട്, അല്ലേ? പണ്ട് 4 മൈക്ക് വെക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം മിക്സർ വേണം, ലൈറ്റിന് ഡിമ്മർ വേണം. എനിക്ക് തോന്നുന്നു 1880-കളിലൊക്കെയാണ് ഇതിൻ്റെ സോവിയറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ, ഇംഗ്ലണ്ടിലുള്ള ഒരു തിയേറ്ററിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ലൈറ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ മിക്സറും ഇതൊക്കെ വന്ന് ഒരു പ്രോപ്പർ ഇതിലേക്ക്. ഡിമ്മർ ഇപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളുടെ ഡിമ്മറൊന്നും ഇല്ല. അതിന്റെ തന്നെ എക്സ്ട്രീം വേർഷൻസിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി. 90 ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആദ്യമായിട്ട് അഭിനേത്രിയുടെ ഒരു നാടകം ചെയ്യുന്ന സമയത്താണ് ഞാനൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഒരു നാടകം ചെയ്യുന്നത്. നിങ്ങളൊക്കെ പലരും അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ശ്രീകാന്ത് എന്താ പറയുക, രഘുത്തമൻ്റെ കൂടെ നാടകം ചെയ്യാൻ ലൈറ്റൊക്കെ ചെയ്ത് തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് പോലെയുള്ള ഒരു മിക്സർ മാത്രമാണ് അന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ശശിക്കൊക്കെ കൂടുതൽ പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു കുറച്ചു കാലം കൊണ്ട് എത്ര മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നാടകത്തനിമ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈറ്റിൽ, അതിനോടൊരു ടെക്നോളജീനെ കയറ്റി വെക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള തർക്കങ്ങൾ ആലോചിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ ടെക്നോളജി മാറ്റങ്ങൾ വരുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് ലിറ്ററേച്ചറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, നാടകകൃതി എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം നാടകകൃതി ആവശ്യമുണ്ടോ?
പഴയ നാടകകൃതിയുടെ രീതികളല്ല ഇപ്പോഴത്തെ ഇംപ്രവൈസ് എടുക്കുന്ന നാടകകൃതികളുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. നാടകകൃതി ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചകൾ തന്നെ വരുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് ഉപയോഗിക്കാറില്ല. ഞാനൊരു സ്ക്രിപ്റ്റ് എടുക്കും, ഞാനൊരു കഥ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ എടുക്കുന്നു, അതിനെ ബേസ് ചെയ്ത് ഞാൻ നാടകം ചെയ്യുന്നു എന്നും പറയുന്ന യങ്സ്റ്റേഴ്സാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഈ നാടകം, തനിമ, ടെക്നോളജി എന്നുള്ള വാക്കുകളെ ഇങ്ങനെ പ്ലേസ് ചെയ്യാവോ എന്നുള്ളതിലുള്ള എൻ്റെ സംശയം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തും. പറഞ്ഞതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നാടക സാഹിത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. മാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം, നടന്റേതാണ് ആത്യന്തികമായി നാടകങ്ങൾ. അത് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ പോലുള്ള പാവനാടകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന തനതായിട്ടുള്ള ഒരു നാടകവേദിയുടെ ഭാഗമായിരുന്നു. മാഷി പറയുന്ന തനത് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് നാടകം എന്ന് പറയുന്നത് ഒരു ആന്ത്രപ്പോസെൻട്രിസിസ് ആണോ എന്നുള്ളതും, അതേ സമയത്ത് ഈ തനത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് അതൊരു മൗലികമായിട്ടുള്ള ഒരു വാദമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള സ്ഥിതി, ഈ തനതിന്റെ ഒരു ഗ്രഡേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഓർട്ടീസ് ചന്ദ്രസമാഷും സൈതാമഠത്തിലും പറഞ്ഞ ചില പോയിന്റ്സുമായിട്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞു എൻ്റെ തുടർച്ചയായിട്ട് തുടങ്ങാൻ തോന്നുന്നു. നമ്മൾ ഈ KLF-ന്റെ ഈ ഒരു സെലക്ഷൻ അത്ര മോശമാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. തനിമ എന്ന് പറയുന്നതിലൊന്നും വലിയ അപകടം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം തനിമയോടുകൂടി കൂടിയാട്ടം ചെയ്തതുകൊണ്ടാണ് യുനെസ്കോ അത് അംഗീകരിച്ചത്. കഥകളി എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയേറ്റർ വിഭാഗത്തിൽ സംഗീതം കേൾക്കുന്നവരെ മാത്രം പോലും സന്തോഷിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കലാരൂപത്തിൽ നിന്ന് കൂടിയാട്ടംകാരങ്ങോട്ടെന്നാൽ കുറേ സംഗീതം ചേർക്കാം എന്നും പറഞ്ഞ് ഇതും നവീന ഭാവുകത്വത്തിന് വഴിയൊരുക്കുന്ന പുതിയ വഴിയല്ലേ, മേച്ചിൽപ്പുറങ്ങളല്ലേ എന്ന് തേടി പോകാൻ പറ്റില്ല. അവിടെയാണ് കൂടിയാട്ടത്തിൻ്റെ തനിമ, കഥകളിയുടെ തനിമ നിലനിൽക്കുന്നത്. എന്നാൽ കാലത്തിനനുസൃതമായി പരിവർത്തനത്തിന് വിധേയമാകരുത് എന്ന് ശാഠ്യം പിടിക്കുന്നവരായിരുന്നില്ല നമ്മുടെ അമ്മന്നൂർ മാധവ ചാക്യാരും മാണി മാധവ ചാക്യാരും കലാമണ്ഡലം ഗോപിയാശാനും കൃഷ്ണൻ നായരും ഒന്നും. അതുകൊണ്ടാണ് 50 വർഷം മുമ്പുള്ള നമ്മുടെ ഒരു കഥകളിയുടെ ഒരു സ്റ്റിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ നിന്നും അതിൻ്റെ ഈ ഉടുത്തുകെട്ട് എത്രത്തോളം വികസിച്ചിരിക്കുന്നു, ചുട്ടി എത്രത്തോളം വലുതായിരിക്കുന്നു. അപ്പോൾ അത്തരം എസ്തറ്റിക് സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള എന്നാൽ അപകടകരമല്ലാത്ത രീതിയിൽ അവയുടെ തനത് സ്വത്വം നിലനിർത്തുന്നത് അപകടമാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു തോന്നലുമില്ല. ഒരു മലയാളി ചെയ്യുമ്പം മലയാള തനിമ, നമ്മുടേതായിട്ടുള്ള, നമ്മുടെ ജോഗ്രഫിക്കൽ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന നമ്മുടേതായിട്ടുള്ള കൾച്ചറൽ മുദ്രിതമല്ലാത്ത സംസ്കാരത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു തിയേറ്റർ ഒരു മലയാളി ഉണ്ടാക്കുന്നത് കൊണ്ടോ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാക്കുന്നതുകൊണ്ടോ അതാത് സംസ്കൃതികളുടെ സംസ്കാരം മുദ്രിതമല്ലാത്തത് ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇന്ന് ലോകത്ത് ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാർണിവലുകളുടെ ഭാഗമായിട്ട് നാടക അവതരണങ്ങൾ നടക്കുമ്പോഴും അത്തരത്തിൽ കൾച്ചറൽ സ്പെസിഫിക് അല്ലാത്ത ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ കൊണ്ട് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമോ ചൈതന്യമോ ഒന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ. പിന്നെ ചന്ദ്രദാസൻ മാഷ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ടെക്നോളജിയെ ആശ്രയിച്ചിട്ടുള്ള പകുതി ടെക്നോളജിയും പകുതി ആർട്ടുമായിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപകടമാണെങ്കിൽ ക്ഷമിക്കുക. ചലച്ചിത്രം നമുക്കറിയാം, ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും കൂടുതൽ മനുഷ്യ സ്വീകാര്യതമായിട്ടുള്ള ഒരു കലാരൂപം ലോകത്ത് ഇന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ചലച്ചിത്രമാണ്, സംശയമില്ല. ഇതിനും ടെക്നോളജിയെ ആശ്രയിച്ചുള്ളത് കൊണ്ട്, ടെക്നോളജി ഇല്ലാതെ അതില്ല. എങ്കിലും സത്യത്രയും ക്യാമറ ഉപയോഗിക്കുന്നു, ബാഹുബലി ചെയ്ത ആളും ക്യാമറ ഉപയോഗിക്കുന്നു, ബാഹുബലിയും നമ്മൾ കാണുന്നു, സത്യത്രയും നമ്മൾ കാണുന്നു. ടെക്നോളജിയുടെ പെർഫെക്ഷൻ്റെ അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് അതിൻ്റെ സൗണ്ടിൻ്റെ ആയാലും അതിൻ്റെ ക്യാമറ ഇതാണേലും മറ്റ് ടെക്നോളജിയുടെയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ ടെക്നോളജി അത്തരത്തിൽ കാലത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞ് ദൃശ്യപരതകൾക്ക് വേണ്ടിയിട്ട്, ദൃശ്യങ്ങളുടെ ഒരു വിരുന്നുണ്ടാക്കാൻ വേണ്ടി ഇത് എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കൃതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു കൃതിയുടെ, നമുക്കറിയാമല്ലോ, നാടക കലയ്ക്ക് 2 ടെക്സ്റ്റുകളുണ്ട്, ഒന്ന് ലിറ്റററി ടെക്സ്റ്റും ഒന്ന് പെർഫോമൻസ് ടെക്സ്റ്റും. ലിറ്റററി ടെക്സ്റ്റ് ഇല്ലാതെ ആകില്ല. ഒരു ചിന്ത, ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ട് ഒരു വാക്ക് പറയാതെ ആക്ട് വിത്തൗട്ട് വേർഡ്സ് എന്നൊക്കെ പറയും പോലെ ഒരു വാക്ക് പോലും പറയാതെ ഒരു മനുഷ്യൻ അരങ്ങിൽ അവൻ്റെ ശരീര ശബ്ദ മനസ്സുകൾ വിന്യസിക്കുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് കാഴ്ചയിലൂടെ കൈമാറുമ്പോൾ അവിടെ നടക്കുന്ന സംവേദനത്തിൽ അധിഷ്ഠിതമായിട്ട് ഈ ചെയ്യുന്നവൻ്റെ മസ്തിഷ്കത്തിൽ ഉണ്ടായ ഒരു ചിന്താധാരയാണ്, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ യജാൻസിയിൽ 60 പേജിൽ കുത്തിപ്പിടിച്ച് കെട്ടുന്ന തുന്നി കെട്ടിയ
50 രൂപ വിലയിട്ട് വെക്കുന്നതല്ല ഒരു നാടക കൃതി എന്ന് പറയുന്നത്. ആ കൃതി ഇല്ലാതെ വരുന്നില്ല. ചിന്തയാണ് കൃതി. ആ കൃതിയെ അക്ഷരങ്ങളാക്കുമ്പോൾ അത് ടെക്സ്റ്റായി. ടെക്സ്റ്റ് ഇല്ലാതെ ഒന്നും നാടകം ഉണ്ടാവില്ല, ഒരു കാലം ഉണ്ടാവില്ല. ചിന്ത ഉണ്ടാകൂ. ചിന്തയുടെ ഒരു ഒരു എംബലിഷ് ചെയ്യുന്നതാണല്ലോ, അതിനെ എലാബറേറ്റ് ചെയ്യുന്നതാണല്ലോ അരങ്ങിൽ ഈ വിന്യാസത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെസ്റ്റേണേഴ്സ് പറയുന്ന എസ്തറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറെ കൂടെ ധന്യരാണ് നമ്മൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കേവലം ലാവണ്യ അനുഭവമല്ല, ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്നതാണ് ലാവണ്യ അനുഭവം എന്ന് പറയുന്നത്. ഇന്ദ്രിയ സുഖം പകരും. നമ്മുടെ കൊമേഴ്സ്യൽ സിനിമകൾ, കൊമേഴ്സ്യൽ നാടകങ്ങൾ ഇന്ദ്രിയ സുഖം പകരുന്നതാണ്, നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. തന്മയീഭാവം നടക്കുന്നുണ്ട്. അതിർകിടന്ന തന്മയീഭാവത്തിൻ്റെ പാരമ്യത്തിലെത്തിയിട്ട് ആ കഥാപാത്രമായിട്ട് ഇരുട്ടിലിരിക്കുന്ന നമ്മൾ പോലും മാറിപ്പോകുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സഡേറ്റീവ് മൂഡിലൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു ഗുണം, വളരെ ആഴത്തിലുള്ള ചിന്തയുടെ പുറത്തുണ്ടായിട്ടുള്ള സർഗ സൃഷ്ടികൾ ഉണ്ടായതിൻ്റെ പുറത്ത് നമുക്ക് ലാവണ്യാനുഭവം മാത്രമല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ കൂടി കിട്ടുന്നത്, സൗന്ദര്യ അനുഭൂതി. ഈ അനുഭൂതിക്ക് വ്യത്യാസമുണ്ട്. ഇന്ദ്രിയങ്ങളുണ്ടത്, ഇന്ദ്രിയങ്ങൾക്ക് കൂടെ പറ്റൂ. ചാക്ഷുഷ യജ്ഞമാണ് നാടകമെന്ന് പറയുന്നു. കണ്ണും കാതുമില്ലാതെ നാടകം ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കവാടങ്ങളിലൂടെ അതീന്ദ്രിയ തലത്തിലെത്തി അവിടെയുള്ള അനുഭൂതിയുടെ സൗഭാഗ്യം നുകരാൻ സാധിക്കുന്നിടത്താണ് ഉത്തമമായ കലയാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വധങ്ങൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കഥകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും കാണാൻ പോകുന്നതും വധമാണ്. ഇന്ന് അവിടെ തെരുവിലൊരു യുദ്ധം നടന്നാൽ നമ്മൾ കാണുമോ? എന്ത് നല്ല യുദ്ധം! നമ്മൾ കാണില്ല. കാര്യം ബോധപൂർവം ഇത്തരം മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനത്തിലൂടെ 2000 വർഷം പഴക്കമുള്ള തിയേറ്റർ കൾച്ചർ നമുക്കുണ്ട്. അത് ക്ലാസിക്കൽ തിയേറ്റർ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഫോക്ക് തിയേറ്റർ എടുത്തു നോക്കൂ. അനുനിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു പ്രകടനമാണെന്നും അതായിരിക്കുമ്പോൾ തന്നെ അതല്ലാതെ നിൽക്കാൻ ഉള്ള നമ്മുടെ മനസ്സിനെ അത്തരത്തിലുള്ള ഒരു ചോദന, ഒരു ഇത് തരുന്ന ആ ഒരു ബോധതലം അത്ര ശാസ്ത്രീയമാണ്. നമ്മുടെ ഫോക്ക്, ട്രൈബൽ, ക്ലാസിക്കൽ തിയേറ്ററുകളെല്ലാം തന്നെ ഒരേ സമയം നമ്മളതായിരിക്കുകയും അല്ലാതായിരിക്കുകയും ചെന്നുകൊണ്ട് കഥാപാത്രത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള തലത്തിലെത്തിയിട്ട് നേരത്തെ പറഞ്ഞ കഥാപാത്രമായി നമ്മുടെ മനസ്സും ഒന്നു ചേർന്നിരിക്കുന്ന തന്മയീഭാവം, ഐഡൻറ്റിഫിക്കേഷൻ അതേ സമയത്ത് തന്നെ എലിനേറ്റ് ചെയ്യുന്നു, അകന്ന് നിന്നുകൊണ്ട് ഇത് കാണുന്നു. നമ്മുടെ ക്ലാസിക്കൽ തിയേറ്ററിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അനുനിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം അതിൻ്റെ ശൈലീകരിച്ച അതിൻ്റെ ടെക്നോളജി അല്ലേ, അതിൻ്റെ ടെക്നിക്സ് തന്നെയാണത്. ശൈലീകരിച്ചിട്ടുള്ള കഥകളിയിലെ വേഷം, പച്ചവേഷം നല്ലതാണെന്നും പറഞ്ഞ് കല്യാണത്തിന് പോകുമ്പം ആരും നല്ല ഭംഗിയല്ലേ പച്ചവേഷം അണിഞ്ഞുകൊണ്ട് ആരും കല്യാണത്തിന് പോകാറില്ല. നമ്മൾ അത്തരം ഫംഗ്ഷൻ പോകുമ്പം ഉള്ളതിൽ നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. ഞാൻ അങ്ങനെയാണ്, ഏറ്റവും മോശമാണിയെന്ന് വിചാരിക്കില്ല. പക്ഷേ അപ്പം ശൈലീകൃതമായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ ഇത്തരം ശാസ്ത്രീയമായിട്ട് ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നിടത്താണ്. ഇതൊരു നിമിഷം കൊണ്ടുണ്ടായതല്ല. എത്രയോ കാലം പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഓരോ ചെറിയ കൂട്ടായ്മകളിൽ പോലും നിലനിന്നിരുന്ന നാടകീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ സ്വഭാവമുള്ള കലാരൂപങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു ഗൈഡ് ഉണ്ടാക്കി ഇമാനുവൽ ഭരതമുനി. ഒരു വ്യക്തിയായിക്കോട്ടെ, ഒരു പരമ്പരയായിക്കോട്ടെ, തുടർച്ചയായിക്കോട്ടെ, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാക്കി ആ രീതിയിലുള്ള സമീപനം വളരെ വ്യക്തമായിട്ട് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നാടകത്തിനൊരു ഒരു സിംഗിൾ ഡെഫിനിഷൻ വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാമല്ലോ, ഇന്ത്യയിൽ എത്ര ക്ലാസിക്കൽ തിയേറ്റർ സ്കൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും അവയ്ക്ക് തനിമയുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം ഇവിടെ വരില്ല. ഒരേ രാഗമുണ്ട്. പക്ഷേ ആ രാഗത്തിൻ്റെ ആലാപന രീതികളിലെ വ്യത്യാസം വെച്ചിട്ട് അത് ഹിന്ദുസ്ഥാനിയാണെന്നും ഇത് കർണാട്ടിക്കാണെന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ തിരിച്ചറിയുന്നു? അവയ്ക്ക് അവയുടേതായ തനിമ നിലനിൽക്കുന്നതുണ്ട്. വൃന്ദാവൻ സാരംഗ് എന്ന് പറയുന്ന രാഗം കർണാട്ടിക്കിലും ഉണ്ട്, ഹിന്ദുസ്ഥാനിയിലും ഉണ്ട്. അതുപോലെ പേര് മാറ്റി തന്നെ ഒരേ രാഗമുണ്ട്. പക്ഷേ ആലപിക്കുമ്പോൾ ശാസ്ത്രീയമായി പഠിച്ചവർക്കും ശാസ്ത്രീയമായിട്ട് കേട്ട് പരിചയമുള്ളവനും. അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞത്, കാഴ്ചക്കാരൻ വെറും സ്പെക്ടേറ്ററല്ല, കാഴ്ചക്കാരനല്ല, സഹൃദയനാണ്. ക്രിയേറ്ററെ പോലെ തന്നെ ഒരുപക്ഷെ അതിലുപരി ചിന്തിക്കാൻ കെൽപ്പുള്ളവരാണ് ഇരിക്കുന്ന പ്രേക്ഷകരും. അതുകൊണ്ടാണ് സഹൃദയൻ എന്ന് ആചാര്യൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ തനിമയുണ്ട്. തനിമയില്ലാതെ നിൽക്കില്ല. പരിവർത്തനങ്ങൾ വരും. നമുക്കറിയാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് മാറുന്നില്ലേ? അപ്പം പിന്നെ ജീവിതത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാടകം എന്ന് പറയുന്ന കലയിൽ അതിൽ ഉപയോഗിക്കുന്ന വിഷയം സ്വീകാര്യതയിലും അതിൻ്റെ അവതരണ വഴികളിലും പുതിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സ്വാഭാവികം മാത്രം.
എന്ന് അങ്ങനെ കാലത്തിലൂടെ സഞ്ചരിച്ച് വന്നതാണല്ലോ ഞാൻ ഉദാഹരിച്ച 1-2 ക്ലാസിക്കൽ ഫോംസ്. അവയൊക്കെ പരിവർത്തനത്തിന് വിധേയമായി. പക്ഷെ തനിമ നഷ്ടപ്പെട്ടില്ല. കൂടിയാട്ടം കണ്ടാൽ എനിക്കിതുവരെ കഥകളിയാണെന്ന് തോന്നിയിട്ടില്ല, കഥകളി കണ്ടാൽ കൂടിയാട്ടമാണെന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് വഴിമാറി. ക്ലാസിക്കൽ തിയേറ്റർ പെട്ടെന്ന് മനസ്സിലാകാൻ ഉദാഹരണമായി പറഞ്ഞെന്ന് മാത്രം. തനിമ ഇല്ലാതാകുന്നില്ല. അന്ന് പറയുന്നത് ഒരു മോശമായിട്ടും എനിക്ക് തോന്നുന്നില്ല. സൈതജി, ഈ ക്ലാസിക് അല്ലെങ്കിൽ ഒരു നാടക തനിമയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അതിൽ നിലനിർന്നുകൊണ്ടാണ് ഇപ്പൊ ആള് നാട്യശാസ്ത്രമടക്കം ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. നാട്യശാസ്ത്രമാണ് ആത്യന്തികമായിട്ട് ഒരു ഗൈഡ് ബുക്ക് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൂന്നിക്കൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അതുപോലെ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു എസ്തെറ്റിക്സിനേക്കാൾ അത് ഇപ്പോഴത്തെ സാങ്കേതിക പരീക്ഷണങ്ങളിലെ ഒരു പൊളിറ്റിക്സിനോടുള്ള ഒരു അസ്വസ്ഥതയായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തനിമ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് നേരെയുള്ള ഒരു ഒരു ആധികാരികമായ ഒരു അധികാരപരമായിട്ടുള്ള ഒരു അടിച്ചമർത്തലായിട്ടോ തോന്നാറുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ കേന്ദ്ര സംഗീത നാടക അക്കാദമിയിൽ ആർക്കൈവിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു കുറെ കാലം. അപ്പം ഈ ആർക്കൈവിൽ 1950കളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന കഥകളിയും കൂടിയാട്ടവും ഉണ്ട്. അതേപോലെ തന്നെ 2000 ഞാൻ അവിടുന്ന് വിടുന്നത് 2010-ലാണ്. 2010 വരെ ആ 2000-ലൊക്കെ തന്നെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇതേ കലാരൂപങ്ങളുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഈ തനിമയെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണേണ്ടതാണ്. കാരണം 1950കളിൽ മണിമാധവ ചാക്യാരൊക്കെ പെർഫോം ചെയ്യുന്ന വീഡിയോയും, അതേപോലെ തന്നെ അന്നത്തെ കൂടിയാട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പെർഫോം ചെയ്യുന്നതും ഒക്കെ തന്നെ അവിടെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതും കാണുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇത് കൂടിയാട്ടം തന്നെയാണോ അതോ ചാക്യാർ കൂത്താണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങളിലൂടെ ആ കലാരൂപ കടന്നു പോയിട്ടുണ്ട്. അത് കോസ്റ്റ്യൂമിലായാലും മേക്കപ്പിലായാലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ ആ അർത്ഥത്തിലാണ് തനിമ എന്നുള്ള വാക്കിനെ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം അത് മാറ്റങ്ങൾ വന്നേ പറ്റൂ, മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഏത് കലാരൂപം, മുടിയേറ്റ് എന്ന് പറയുന്ന കലാരൂപം ഒരു റിച്വൽ തിയേറ്ററാണ്. കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിച്വൽ തിയേറ്ററാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് കുറേ പഠിക്കുകയും അതേപോലെ തന്നെ ആ ആശാന്മാരുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക്ഷോപ്പുകൾ ചെയ്യും. കളി നാടകത്തിൻ്റെയൊക്കെ ഒരു ബേസ് അവിടുന്നത് മുടിയേറ്റുന്നതാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ അവർ നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് ആ കലാരൂപത്തിൻ്റെ അകത്ത്. അല്ലാതെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പിന്നെ സ്ഥലപരിമിതികൾ ഉണ്ടാവും. പഴയതുപോലെ കുറേ വലിയ തൊടികളിൽ പെർഫോം ചെയ്യുന്ന, അമ്പലത്തിന്റെ പുറത്തുള്ള വലിയ ഇടങ്ങളിൽ പെർഫോം ചെയ്യുന്ന മുടിയേറ്റ് ഇപ്പം അതുപോലെ ചെറിയ ഇടങ്ങളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചവിട്ട് നാടകം എന്ന് പറയുന്ന കലാരൂപം പുറകിൽ പിന്നെ എന്താ പറയുക മ്യൂസിഷ്യൻസ് പ്ലേ ചെയ്യുന്ന കമ്പനി ആർട്ടിസ്റ്റ് വേണ്ട ഒരു കലാരൂപമാണ്. അപ്പോഴാണ് അത് പൂർണ്ണമാവുക. പക്ഷേ ഇടക്കാലത്ത് സൂര്യകൃഷ്ണമൂർത്തിയൊക്കെ തന്നെ അവരുടെ പല പരിപാടികളിലും 1 മണിക്കൂറിലേക്ക് ഇത് മാറ്റി ബാക്ക്ഗ്രൗണ്ട് ഡബ് ചെയ്തിട്ട് അവരുടെ ശബ്ദവും ഒക്കെ ഡബ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ അവരുമായിട്ട് ദീർഘമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുടിയേറ്റുകാരായാലും ചവിട്ടുനാടകക്കാരായാലും പറഞ്ഞൊരു കാര്യമുണ്ട്, കളി കിട്ടണ്ടേ, ജീവിച്ചു പോണ്ടേ. അപ്പം ഇത് മാറ്റങ്ങൾ വരുന്നതിന് പല 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 കാരണങ്ങളുണ്ട്. കലാരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെയാണോ വളരെ മോഡേൺ ആയിട്ടുള്ള ബേസ് ഉള്ള ഒരു നാടകത്തിന്റെ അവസ്ഥ. നാടകം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 1890-കൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു കലാരൂപമാണ്. ലോകത്തെല്ലായിടത്തും ഇതിൽ ഒരു നൂറ്റാണ്ട് അപ്പുറത്തേക്കേ ഉള്ളൂ. നമ്മളെക്കാൾ ഒരു 50-60 വർഷം മുന്നേ ഉള്ളൂ ഈ ഒരു മോഡേൺ തിയേറ്റർ എന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ തിയേറ്റർ, ഇപ്പൊ ഞാൻ ഗ്ലോബ് തിയേറ്ററിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ വലിയ വലിയ മാറ്റങ്ങളിലൂടെ ആ കലാരൂപം കടന്നു പോകുന്നുണ്ട്. ആ മാറ്റങ്ങൾ തന്നെയാണ് അതിന്റെ തനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതിന്റെ സ്ട്രെങ്ത്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം. ഇപ്പൊ പുതിയ കുട്ടികള് യങ്സ്റ്റേഴ്സ് ആയിട്ട് സ്കൂൾ ഡ്രാമയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചെയ്യുന്ന നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നാറുണ്ട്. കാരണം അവര്
മൊബൈൽ ഫോൺ ഞാൻ കാണുന്നത് എൻ്റെ എന്താ പറയാ ഒരു 30കളിലായിരിക്കും. അവർ ജനിച്ച ഉടനെ തന്നെ പിന്നെ ഫോണൊക്കെ കണ്ട് ആ വിഷ്വൽ എനർജിയിലാണ് അവർ അവരുടെ വീഡിയോസും അവരുടെ വർക്കുകളെല്ലാം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ലാംഗ്വേജ്, അത് ആക്ടേഴ്സിന്റെ ലാംഗ്വേജ് ആയാലും ഡയറക്ടേഴ്സിന്റെ ലാംഗ്വേജ് ആണെങ്കിലും സിനോഗ്രാഫീസ് ചെയ്യുന്ന ആളുകളുടെ ലാംഗ്വേജിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് പിടിച്ചു നിർത്താം. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നൊക്കെ ഇല്ല ഇല്ല എനിക്ക് തനിമ തന്നെ വേണം എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും കിടക്കുന്നത്. അതൊക്കെ എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ അതായത് ഈ സാങ്കേതികപരം അല്ലെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻറ്റ് എന്ന് പറയുന്ന ഒരു ടേമിലേക്കൊക്കെ നാടകം കണ്ട് മുമ്പ് സിനിമകൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ടെർമിനോളജി ആയിരുന്നു കൂടുതലും. ആ സിനിമ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്, അത് നാടകത്തിലേക്ക് ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന നമ്മൾ ഈ സോക്കോൾഡ് ആയിട്ട് പറയുന്ന ഈ സാങ്കേതികതകൾ, അതായത് ലൈറ്റിന്റെ, സൗണ്ടിന്റെ, പ്രൊജക്ഷൻ, ഡിസൈനിങ്, ഇതിന്റെ ഒന്നും അതിപ്രസരമില്ലാത്ത ഇപ്പൊ നീലമ്മാൻ സിംഗ് ചെയ്ത തമാശ പോലെയുള്ള നാടകങ്ങൾ, അരുൺലാൽ ചെയ്തിട്ടുള്ള കുഹു പോലെയുള്ള നാടകങ്ങൾ, ഈ വലിയ നമ്മൾ കാണുന്ന കൊട്ടിഘോഷിക്കപ്പെട്ട സിനോഗ്രാഫിക് ഡിസൈനുകൾ ഒന്നുമില്ലാതെ വളരെ ലളിതകരമായിട്ട് അത് വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയും ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ നാടക പ്രവർത്തകർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു 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 ഭ്രമമായിട്ട് ഇതിനെ മാഷിനൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് സാങ്കേതികത അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ലാത്ത നാടകം ഇന്നത്തെ പ്രേക്ഷകർ കാണില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന ഒരു കൂട്ടം നാടക പ്രവർത്തകർ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഈ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് സജിത പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം. രാജാവാരനും പറഞ്ഞു പഴയ കൂടിയാട്ടം അല്ല ഇപ്പോഴത്തെ കൂടിയാട്ടം എന്ന് രാജാവാരൻ സൂചിപ്പിച്ചു. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരു കാര്യം, നമ്മൾ ഒരു നാടകം കാണാൻ നാടകക്കാരെ വിടുക, പ്രേക്ഷകരെ എടുക്കുക. നിങ്ങളൊരു നാടകം കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവിടെ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇതാണ് അടിസ്ഥാനമായ പ്രശ്നം. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നലുണ്ട്. ഇതിന്റെ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാടകത്തിൽ പുതിയൊരു ഭാഷയുമായി, പുതിയ സമ്പ്രദായങ്ങളുമായി, പുതിയ സങ്കേതങ്ങളുമായിട്ട് അവരെ സമീപിക്കുന്നത്. ഈ സമീപിക്കുന്നതിനകത്ത് നമ്മളെടുക്കുന്ന പൊസിഷൻ, സജിത പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ്, എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനാണത്. ഇത് നാട്യശാസ്ത്രത്തിന്റെ പൗരാണികമായ, നാട്യശാസ്ത്രം തന്നെ എഴുതിയൊരു കാലമുണ്ട്. ഈ ഒരു കാലത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യത്തോട് പ്രതിസ്പന്ദിച്ചുകൊണ്ടാണ് നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത്. ആ ഒരു കാലത്ത് നിന്നുകൊണ്ടല്ല ഇപ്പം നമ്മൾ നാട്യശാസ്ത്രം വായിക്കുന്നത്. നാട്യശാസ്ത്രം പോലെയുള്ള, അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ പോയിറ്റിക്സ് പോലെയുള്ള എല്ലാ പുസ്തകങ്ങളിലും അത് എഴുതിയ കാലത്തിന്റെ മുദ്രകൾ, അവിടുത്തെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആണ് അതിനെ നിർണ്ണയിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിലേക്ക് ഇതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് നോക്കണം. ഇതിനകത്തെല്ലാം സംശയമൊന്നുമില്ല, എനിക്ക് യാതൊരു സംശയവുമില്ല. നാടക പ്രവർത്തകന് അവന്റെ രംഗഭാഷ രൂപം കൊടുക്കുന്നതിന്, അവന്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനൊക്കെ ഉള്ള അടിസ്ഥാനപരമായ അറിവുകൾ ഈ പുസ്തകങ്ങൾക്കകത്തുണ്ട്. ഈ പുസ്തകങ്ങൾക്കകത്ത് ഈ അറിവുകളെ നമ്മൾ എങ്ങനെ മാറ്റുന്നു, ആ കാലവും ഇക്കാലവും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇത് നാട്യശാസ്ത്രം മാത്രമല്ല, ടെക്സ്റ്റിലും ഉണ്ട്. ഇപ്പൊ ഒരു ചെറിയ അനുഭവം പറയാം. എൻ്റെ ആദ്യത്തെ വിദേശയാത്ര ഗ്രീസിലേക്കാണ്. മീഡിയ എന്നുള്ള ഗ്രീക്ക് നാടകം, യൂറിപ്പിഡിസിന്റെ ഗ്രീക്ക് നാടകമായിട്ട് നമ്മൾ ഗ്രീസിലേക്ക് പോവാണ്. അവിടെ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് ഡ്രാമ എന്നൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞാൻ വളരെ തീർച്ചയായിട്ടും ആവേശഭരിതരും ഇങ്ങനെ ഉൾപ്പുളവായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി, പിലോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അല്ല കലമാട്ടയിലാണ്. അവിടെ ചെന്ന് ഇറങ്ങി നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്ക് 2 ദിവസം റിഹേഴ്സൽ എടുക്കാം സ്പേസിൽ. 3-ാം പക്കാണ് പെർഫോമൻസ്. അപ്പോൾ ഒരു ഗ്രീക്കുകാരൻ അയാൾക്കറിയാവുന്ന ഇംഗ്ലീഷ് ചോദിച്ചു, വിച്ച് പ്ലേ ആർ യു ഗോയിങ് ടു പെർഫോം ചോദിച്ചു. അപ്പോൾ ഞാൻ മീഡിയ എന്ന് പറഞ്ഞു. അയാൾക്ക് മനസ്സിലായില്ല. അവൻ യൂറിപ്പിഡസ്, ഒരു മെതയ എന്നാ പറയാ. മെതയ. ഇയാൾ ചോദ്യം ചോദിച്ചു, വൈ ഡു യു ഡു ദാറ്റ് പ്ലേ അഗൈൻ നൗ? നിങ്ങൾ എന്തിനാ ഇപ്പൊ നാടകം ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ അയാളെ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു, എ ഗ്രീക്ക് ക്ലാസിക് ഈസ് ഓൾവേസ് വർത്തി ഡൂയിങ്, ഇറ്റ് ഗീവ്സ് us ന്യൂ ചലഞ്ചസ്. അല്ലേ, ഒരു ഗ്രീക്ക്, അയാൾക്ക് സന്തോഷമാണ് ഞാൻ വിചാരിച്ചത്. ഒരു ക്ലാസിക് കൃതി, ഗ്രീക്ക് ക്ലാസിക് കൃതി എല്ലാ കാലത്തും എല്ലായിടത്തും ചെയ്യാവുന്നതല്ലേ, അതിനുള്ള കരുത്ത് അതിനില്ല ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, വി ഡോണ്ട് ഡു ഇറ്റ്, വി ഡു ഇറ്റ് ഫോർ ദ ടൂറിസ്റ്റ്. അതൊരു മ്യൂസിയം പീസായിട്ട് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ കളിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നൗ വി ഡോണ്ട് ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡസൻ അഡ്രസ് ആസ് നൗ. പക്ഷെ നമ്മുടെ നാടകം കഴിഞ്ഞപ്പോൾ ഇയാൾ നാടകം കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ കൃതിയെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുകയല്ല ചെയ്തത്. 2 കാര്യങ്ങളാണ് ഞാൻ വെച്ചാൽ, ഒന്ന്, ആ കൃതിയിലെ വിഷയത്തിൽ ഇന്നത്തെ കാലത്തിലെ നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെ അതിനെ മാറ്റി നമുക്ക് വായിക്കാൻ പറ്റും. റീ റീഡിങ് ആണ്, ടെക്സ്റ്റിന്റെ റീ റീഡിങ് ആണ് നമ്മൾ പെർഫോമൻസ് പറയുന്നത്. ഒരു പെർഫോമൻസ്
ലാംഗ്വേജിൽ ഉണ്ടായി വരികയാണ്. ഇന്നത്തെ കാലത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, സ്ത്രീ പുരുഷ ബന്ധത്തിൽ സംസ്കാരത്തെ പറ്റിയുള്ള ധാരണയിൽ, ഈ സംസ്കാരം വലിയ പ്രശ്നമുള്ള വാക്കാണ്. സംസ്കാരത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പറയുന്ന വായനയിലൊക്കെ എന്താണെന്നുള്ള ഒരു റീഡിങ് ഉണ്ട്. ഒരു കാര്യം അത് ചെയ്തിട്ടുണ്ട്. രണ്ട്, നമ്മൾ ഒരു പ്ലേക്കകത്ത് ഇതിനൊരു ഫോമും ഉണ്ട്, അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. ഒരു കണ്ടന്റ് ഉള്ള പോലെ തന്നെ ഒരു ഫോം ഉണ്ട്. ഈ ഫോമിനകത്ത് ഞാൻ ചെയ്ത ഒരു ഇന്ത്യൻനെസ് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ ഗ്രീക്ക് അല്ലാത്ത ഗ്രീക്ക് നാടകവിദ്യയെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാസ്കുകളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ കഥ നടക്കുന്ന ഗ്രീസിൽ നിന്ന് കുറച്ചുകൂടെ മാറിയുള്ള, ഇന്ത്യക്കും ഗ്രീസിനും ഇടയ്ക്ക് നടക്കുന്ന ഏതോ ഒരു മുളങ്കാടുകളും മയിലുകളൊക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഈ കഥ നടക്കുന്നത് വിചാരിച്ചിരിക്കുകയും നമ്മുടെ ഇന്ത്യൻ പെർഫോമൻസിന്റെ ഒക്കെ ചില അംശങ്ങൾ പ്രകടമായിട്ടല്ല, ഇൻവിസിബിൾ ആയിട്ട്, അവിടെ ഉടുത്തുകെട്ടോ തെയ്യത്തിന്റെ തൊച്ചയൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടറൈസേഷനെ ഞാൻ ബേസ് ചെയ്ത് എങ്ങനെയാണ് തെയ്യം ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ഗോഡായിട്ട് മാറുന്നത്, ഒരു സെമി ഗോഡായിട്ട് മാറുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ആക്ടർ ക്യാരക്ടറിന് അപ്പുറത്തേക്ക് വളരുന്ന, അത് ഇതല്ല ഈ പോയിറ്റിക്സിൽ പറഞ്ഞിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ല, അത് താതാത്മീകരണമല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ആയിത്തീരലാണ്. അങ്ങനെ ചെയ്യാനുള്ള കാരണമുണ്ട്. ഈ നാടകത്തിലെ നായിക അവളുടെ രണ്ട് കുട്ടികളെ കൊന്നുകളയുന്നത് ഭർത്താവിനോടുള്ള പ്രതികാരം തീർക്കാനാണ്. ഇന്നത്തെ കാലത്ത് ഒരമ്മ കുഞ്ഞിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായം ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹം എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. ഭർത്താവ് അന്യായം ചെയ്തവനാണെങ്കിൽ അവനോട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അംഗീകരിക്കും. ഇതൊരു കാളി ചെയ്യുകയാണെങ്കിൽ, ദൈവം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതൊരു പാഠമാക്കി എടുക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു കേവലം മനുഷ്യ കഥാപാത്രത്തിൽ നിന്ന് ഒരു ഹൈറ്റ് ലെവലിലേക്ക് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോകേണ്ടതുണ്ട് എനിക്ക്. അപ്പൊ അതിന് നമ്മൾ ചെയ്ത മെത്തഡോളജി, അതിന്റെ ഫോം നമ്മൾ എടുത്തത് എങ്ങനെയാണ് തെയ്യക്കാരൻ ചെയ്യുന്നതാണ്. തെയ്യത്തിന്റെ ഉടുത്തോ അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഇയാളെന്ന് പറഞ്ഞു, ദിസ് പ്ലേ ടോക്സ് ടു മീ, യു ഡിഡ് ആൻ ഇന്ത്യൻ മാജിക് ഇൻ ഇറ്റ്. നിങ്ങളിതിനകത്തൊരു ഇന്ത്യൻ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത്. ഇയാൾ രണ്ടാമത് 3 ദിവസം കഴിഞ്ഞ് 100 കിലോമീറ്റർ ദൂരെയുള്ള ഏതൻസിൽ ഈ പ്ലേ രണ്ടാമത് കളിക്കുമ്പോൾ അവിടെ വീണ്ടും കാണാൻ വന്നു. അപ്പൊ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ ടെക്സ്റ്റ് ആണെങ്കിലും ഫോം ആണെങ്കിലും അതിന്റെ ടെക്നോളജി ആണെങ്കിലും ഇതെല്ലാം ഒന്നിച്ചു വരേണ്ട കാര്യങ്ങളാണ്. ഈ ടെക്സ്റ്റ് വേറെ നിൽക്കേണ്ടതും ടെക്നോളജി വേറെ നിൽക്കേണ്ടതും ഫോം വേറെ നിൽക്കേണ്ടതും കണ്ടന്റ് വേറെ നിൽക്കേണ്ടതുമല്ല. ഇതെല്ലാം കാലവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ ആ ടെക്നോളജിയാണ് നല്ലതെങ്കിൽ, എനിക്ക് വേണ്ടുന്നത് സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ, എനിക്ക് വേണ്ടത് ലേബൽ മേക്ക് ആണെങ്കിൽ, എനിക്ക് വേണ്ടത് ബാക്ക് പ്രൊജക്ഷൻ ആണെങ്കിൽ, എനിക്ക് വേണ്ടത് മൾട്ടിമീഡിയ ആണെങ്കിൽ, എനിക്ക് വേണ്ടത് സ്പേസിനെ ഡിസൈൻ ഏറ്റവും വലിയ വിപ്ലവം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നാടക വേദിയുടെ ഘടന മാറലാണ്. പ്രൊസീനിയം തിയേറ്റർ എന്ന് പറഞ്ഞ 400 വർഷം മുമ്പ് എലിസബത്തൻ തിയേറ്ററിലുണ്ടായ ആ ഒരു രീതി മാറി ഈ സ്പേസിനെ ഡിസൈൻ ചെയ്യുക, കാണിയും കളിക്കാരൻ തമ്മിലുള്ള ബന്ധത്തെ പുനർനിർവചിക്കുക. അത് ഷെഗ്നർ മുതൽ ഗ്രൊട്ടോസ്കി മുതൽ നമ്മുടെ ട്രഡീഷണൽ ഫോക്ക് തിയേറ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റിമേറ്റ് തിയേറ്റർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വലിയ പ്രഭാഷണങ്ങളല്ല, ഒരു പ്രേക്ഷകന്റെ അടുത്ത് അവന്റെ കണ്ണിൽ നോക്കി പക്ഷേ അവന്റെ മേത്ത് അവനെ തൊട്ടിട്ട് 100 പേരുള്ള തിയേറ്ററാണ്. ഞാൻ അമേരിക്കയിൽ ഒരു 120 നാടകം കണ്ടു. അവിടെയുള്ള ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് 6 മാസം അമേരിക്കയിലൂടെ നടന്ന അവിടുത്തെ നാടകങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കണ്ടപ്പോൾ ഒരു പ്രധാന കാര്യം, 99 സീറ്റാണ് കൂടുതൽ തിയേറ്ററിലുള്ളത്. 99 ആളുകൾ മതി ഹൗസ്ഫുൾ ആകാൻ. അത് കഴിഞ്ഞ് കയറ്റില്ല, നെക്സ്റ്റ് ഷോയ്ക്ക് വേണം ടിക്കറ്റ് എടുക്കാം. അത് ഇന്റിമേറ്റ് ആയിരിക്കണം. ഇവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിങ്ങനെ ചാരി ഇരുന്നിട്ട് കണ്ടിട്ട് പോകുന്ന കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ കഥകളിയില് യുദ്ധം കാണുന്നത് പോലുള്ള പരിപാടിയല്ല ഇത്. അതിനെ തന്നെ രസകരമായ കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ പറയുന്നതെല്ലാം ഡിസോർഡറിലാണ് കേട്ടോ, ഭയങ്കര മാറിയാ വർക്കുന്നത്. 30കളിലും 40കളിലും നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ വധങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ 70 കഴിഞ്ഞപ്പോ ഇത് നളചരിതവും കർണശബ്ദവുമായിട്ട് മാറി ഫേവറേറ്റ് കഥകളി. എന്താ കാരണം? 30കളിലും 40കളിലും കണ്ട കഥകളി കണ്ട ആളാരാണ്? ജനാധിപത്യത്തിന് ശേഷം കഥകളി ഇങ്ങോട്ട് മാറി. നമ്മൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, അമ്മയും മകളുടെ ബന്ധങ്ങളെക്കുറിച്ച്, ഭാര്യയും ഭർത്താവിന്റെ ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആയി. ഇവിടെ നമുക്ക് ഈ 30കളിൽ എൻ്റെ ഒരു ജന്മിയുടെ മുമ്പിൽ ആ പ്രഭുക്കന്മാർ കണ്ട കഥകളിയല്ല, അവർക്ക് കേൾക്കുന്ന ശൃംഗാര പദങ്ങളും യുദ്ധങ്ങളുമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ഈ കണ്ടന്റിൽ മാറ്റം ഉണ്ടാകുന്നു. നളചരിതം എഴുതപ്പെട്ട കാലത്ത് ഇതൊരു നല്ല കഥയായിട്ട് ആൾ അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് അത് പ്രധാന കഥയായിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രേക്ഷക പങ്കാളിത്തത്തിൽ മാത്രമല്ല, കാലത്തിന്റെ ഏറ്റെടുക്കലാണ്. നളചരിതത്തെ ഏറ്റെടുത്ത കാലമാണ്. യുദ്ധം, നമ്മളിപ്പോഴും യുദ്ധങ്ങൾ കാണും, കോട്ടയം കഥകളെ കാണും, പക്ഷെ അത് വേറെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ നാടകം കളിക്കുന്ന സ്ഥലം, കാലം, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ
സാമൂഹ്യ, ഞാൻ രാഷ്ട്രീയം എന്നുള്ള വാക്ക് വളരെ വിശാലമാർത്ഥത്തിൽ, അതിൻ്റെ ഒരു രാഷ്ട്രീയം, ഇതിൻ്റെ ഫോം, ഇത് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ, ഇതെല്ലാം കൂടി ചേർന്നൊരു സമഗ്രതയാണ്. അവിടെ നമ്മൾ അതിനെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. അതിനെ ഈ തനിമയെന്നോ, അതാണ് നാടകത്തിന്റെ തനിമ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും അമേരിക്കക്കാരൻ ചെയ്യുന്ന, ബ്രിട്ടീഷുകാരൻ ചെയ്യുന്ന ടെമ്പസ്റ്റ് അല്ല ഇന്ത്യക്കാരൻ ചെയ്യുന്നത്. ഇന്ത്യക്കാരൻ ചെയ്യുന്ന ടെമ്പസ്റ്റിന്റെ അർത്ഥം വേറെയാണ്, ബ്രിട്ടീഷുകാരൻ ചെയ്യുന്ന ടെമ്പസ്റ്റിന്റെ അർത്ഥം വേറെ ആയിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ചരിത്രമാണ് നമ്മളെ കൊണ്ട് ടെമ്പസ്റ്റിനെ വായിപ്പിക്കുന്നത്. ഒറ്റ വാക്കോട് പറയാം, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അരങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിഹ്നങ്ങളും സൂചകങ്ങളുമാണ്. ഈ ചിഹ്നങ്ങളും സൂചകങ്ങളുമാണ് ഈ അരങ്ങിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ചിഹ്നങ്ങളും സൂചകങ്ങളും വായിച്ചെടുക്കുന്നത് പ്രേക്ഷകന്റെ അറിവും അവന്റെ അനുഭവവും അവന്റെ ജീവിത സാഹചര്യവും അവന്റെ ഓർമ്മയും അവന്റെ ചരിത്രബോധവും വെച്ചിട്ടാണ്. അല്ലാതെ ഇതിൽ നിന്നും വിട്ടുമാറിയ അകലത്തിലിരുന്ന ഞാനൊരു സൗന്ദര്യാനുഭൂതി കണ്ടുകളയാം എന്ന രീതിയിലാണ് ഇത് കാണുന്നത്. ഇത് ഈ ആനന്ദം എന്നൊക്കെ പറഞ്ഞു വെച്ച, ഒരു ആനന്ദാനുഭവമാണെന്നൊക്കെ പറഞ്ഞു വെച്ച ആ കാര്യങ്ങളല്ല. നാടകം കുറെ കൂടെ, അത് നാട്യശാസ്ത്രകാരനും പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകനെ രസിപ്പിക്കുകയും അപ്പൊ അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യണം. അത് തന്നെയാണ് പോയറ്റിക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രേക്ഷകരുമായിട്ടുള്ള സംവേദനം, കാലവുമായിട്ടുള്ള സംവേദനം, കൂടിച്ചേരൽ, അതിന് നമ്മൾ എന്ത് പേരിട്ടാൽ അതാണ് നാടകത്തിന്റെ തനിമ. അതിന് സാങ്കേതിക വിദ്യ കൂടെ നിൽക്കാം, അതാത് നാടകത്തിന് വേണ്ടും സാങ്കേതിക ഉപയോഗിക്കാം. അത് ഇന്നതേ പാടുള്ളൂ, ഇന്നത് പാടില്ല എന്ന് ഞാൻ കാണുന്നില്ല. നമുക്ക് പ്രേക്ഷകരുടെ ഒരു ഇതിലേക്ക് കൊടുക്കണം, കാരണം സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് നോക്കാം. അപ്പോ ഓഡിയൻസ്, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉള്ള ചോദ്യങ്ങൾ. നമസ്കാരം. പ്രത്യേകിച്ച് ഒരു വ്യക്തിയോട് ചോദിക്കുന്നതല്ല. ഈ നാടകം നമ്മളിപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഗ്രീക്ക്, അതുപോലെ നമ്മൾ ക്ലാസിക്സ് ഉണ്ട് നാടകത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരെന്തുകൊണ്ട് അവർക്ക് ഒരു നാടക തിയേറ്ററിൽ അവർ പോകുന്നുണ്ടോ? അപ്പോൾ കാരണം ഈ പ്രേക്ഷകർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഇപ്പോൾ പഴയ രാമായണത്തിലൊരു നാടകം കളിച്ചാൽ ഒരു പഴയ തലമുറ അത് വന്ന് കാണും. പക്ഷെ പുതിയ തലമുറയ്ക്ക് അവരെ രസിപ്പിക്കുന്നതോ അവരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള അവരുടെ വിഷയങ്ങളുണ്ട് ഇന്നത്തെ. ആ വിഷയങ്ങൾ പലപ്പോഴും നാടകകൃത്തുക്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ കോഴിക്കോട് വലിയ നാടകത്തിൻ്റെ വലിയൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും ഒരു നാടകം, ഒരു മാസത്തിലൊരു നാടകം ഇവിടെ കളിക്കുന്നില്ല. കാരണം ആൾക്കാരെ ഈ നാടകത്തിലേക്ക് ആകർഷിക്കുന്ന വസ്തുതകളുണ്ട്. അത് പലപ്പോഴും എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നാടകം എഴുതുന്ന ആൾക്കാർ ചിന്തിക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായം. ഞാൻ ആകാശവാണിയിൽ നാടകം ചെയ്യുന്ന ഒരാളാണ്. അതിൽ വരുന്ന ഒരുപാട് കാലത്തെ മാറ്റങ്ങൾ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നാടകം ഒരു രണ്ടാന്തരാണ് എന്നുള്ളൊരു ചിന്ത പൊതുവെ ഈ നാടകം എഴുതുന്ന ആൾക്കാർക്കോ, ഈ സിനിമയാണ് ഏറ്റവും മഹത്തരം എന്നൊക്കെ വിചാരിക്കുന്നവരുന്നുണ്ട്. നാടകത്തെ സ്വാഭാവികമായിട്ടും അത് രണ്ടാന്തരത്തിലേക്ക് ആക്കുന്നതും ഈ എഴുത്തുകാരെ, കാരണം അത് വായിക്കപ്പെടുന്നില്ലല്ലോ നാടകം, അത് സ്റ്റേജിൽ മാത്രമല്ലേ പെർഫോം ചെയ്യുന്നുള്ളൂ. പിന്നെ പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല പലപ്പോഴും, കാരണം അവർ പ്രശ്നങ്ങളല്ല പറയുന്നത്. അതാണ് എനിക്കൊരു ആ ഒരു കൺസേൺ ആണ് ഉള്ളത്. അപ്പോൾ അതിനെങ്ങനെ നിങ്ങളത് പിന്നെ ഇല്ല, അതിനകത്ത് ഒന്ന് രണ്ടും തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, നാടകം കാണാൻ ആൾക്കാർ വരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ നമ്മളൊക്കെ നാടകം കളിക്കുമ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ കളിച്ച ബ്രെക്റ്റിന്റെ നടപടി എന്നുള്ള നാടകം 1930 എഴുതിയ നാടകമാണ്. അത് കളിക്കുമ്പോഴും അത് കാണാൻ ഒരു 500 പേരെങ്കിലും അവിടെ അത് കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ചെറുപ്പക്കാര്, പുതിയ കുട്ടികൾ നാടകം കളിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വന്ന് നമ്മുടെ കൂടെ നിന്ന് നാടകം കളിക്കുന്നുണ്ട്. ഈ നാടകം കളിക്കാൻ കുട്ടികൾ വരുന്നുണ്ട്, കാണാൻ ആൾ വരുന്നുണ്ട്. ഈ ഒരു പറഞ്ഞ പ്രശ്നമുണ്ട്. ഇവരുടെ ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വഴി പ്രോബ്ലം എന്താണ്, അവരുടെ ലാംഗ്വേജ് എന്താണെന്നുള്ള പ്രശ്നമുണ്ട്. ഒത്തിരി നാടകങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണ്. ഒത്തിരി നാടകങ്ങൾ പുതുതായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഈ നാടകം രണ്ടാം തരമാണോ ഒന്നാം തരമാണോ മൈനോറിറ്റി ആയിട്ടാണെന്ന് പറയുമ്പോൾ, ഈ നാടകം ഒരു കാലത്തും ഒരു മുഖ്യധാര വിനോദോപാധി ആയിരുന്നില്ല. സംഗതി ശരിയാണ്. 90 മുതൽ 60 വരെയുള്ള കാലഘട്ടം, സംഗീത നാടകത്തിന്റെ ഒക്കെ കാലത്ത് മാസ് എന്റർടൈൻമെന്റ് മാധ്യമമായി നാടകങ്ങളായിരുന്നു. പിന്നെ സിനിമ ഏറ്റെടുത്തു. പിന്നെ സിനിമ കഴിഞ്ഞ് TV അത് ഏറ്റെടുത്തു. ഇപ്പം മാളുകളും കാർണിവളുകളും ഏറ്റെടുക്കുന്നത്. ഈ സിനിമ പോലും TV യിൽ പോലും ഇരിക്കാതെ മാളുകളിലും പോവുക. അതൊരു കോമൺ ആയിട്ടുള്ള ജനജീവിതത്തിന്റെ ഒരു കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിൽ ഒരിക്കലും നാടകം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 99 പേരുള്ള തിയേറ്ററിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളത്. അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ ഇന്റൻസ് ആണ്. അത് കാണാൻ ചെറുപ്പക്കാർ തിങ്ങി നിറയുന്നത് കാണാൻ പറ്റും. പ്രശ്നം ഇതുള്ളൂ, നമ്മൾ കുറച്ചുകൂടെ ഓപ്പണായി നമ്മുടെ കാലത്തെ അഡ്രസ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നാടകം ഉണ്ടാവും, നാടകം കാണുന്നുണ്ട്. പിന്നെ സിനിമ വലിയ ആർട്ടാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു മീഡിയയുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്തുകൊണ്ട് തന്നെ നാടക പുസ്തകങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യുന്ന പ്രശ്നമുണ്ട്.
അതിന് 2-3 കാര്യമുണ്ട്. വായനക്കാർ കൂടാന്ന് പറയുന്നത് ഒരു കാര്യം, അത് ആയിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം ഇത് ടൈപ്പ് ചെയ്യാൻ വലിയ പാടാന്ന് പറയുന്നത്. കാരണം 6 പേരിട്ട് 2 കുത്തിട്ട് ഇങ്ങനെ ഇട്ടിരിക്കും. ഈ ടൈപ്പിംഗ് എന്നുള്ള പരിപാടി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പണിക്ക് നിനക്കിടുന്നില്ലെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. DC ബുക്സിനൊക്കെ ചില ഉത്തരം പറയാൻ പറ്റും, നമുക്കല്ല. അപ്പൊ അത് ഇപ്പൊ ഈ പല നാടകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വിഷ്വൽ എൻ്റർടൈൻമെൻ്റ് ഉള്ള നിലയ്ക്ക് മാത്രം തന്നെയാണ് പബ്ലിക് ഇതിനെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ എക്സർസൈസ് ആയിട്ടൊക്കെ കണക്കാക്കുന്നത് നമ്മളെ പോലെയുള്ള നാടക പ്രയോക്താക്കളും അതിനുവേണ്ടി വാശി പിടിച്ച് നിൽക്കുന്നവരുമാണ്. ലോകത്ത് ഏതൊരു സ്ഥലത്തും പ്രിയപ്പെട്ടവരെ, ഫ്രാൻസ് ഉൾപ്പെടെ നാടകം ഒരു മഹത്വപൂർണമായ കലയായിട്ട് അംഗീകരിക്കുകയും ആ കലാകാരന്മാർക്ക് അതിൻ്റെതായ ഇടം കൊടുക്കുകയും ചെയ്യുന്നത് അതാതിടത്തെ സർക്കാരുകൾ ബോധപൂർവം ബുദ്ധിമുട്ടി അതിനുവേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടാണ്. കാലത്തിൻ്റെ നേരത്തെ മാറ്റം അവതരണങ്ങളിൽ വേണം എന്ന് പറയുന്നത് പോലെ തന്നെ കലാരൂപത്തിൻ്റെ കാര്യത്തിലും ഒരിക്കലും ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ്, അത് ഗ്രീക്ക് തിയേറ്ററിലൊക്കെ ആയിരുന്നു കുന്നിൻ താഴ്വാരങ്ങളിൽ 30,000 പേരിരുന്ന് കണ്ടത്. അന്നും ഈ പറഞ്ഞ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടെക്നോളജി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പൊയ്ക്കാലുകളും പൊയ്മുഖങ്ങളും ഉപയോഗിച്ചത്. നമ്മുടെ ക്ലാസിക്കൽ തിയേറ്ററിൽ കൂടിയാട്ടത്തിൽ കെട്ടിഞ്ഞായൽ എന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു, സുഭദ്രാധനഞ്ജയത്തിൽ. അതുപോലെ ജീമൂതവാഹനന് വേണ്ടിയിട്ട് ഈ നമ്മളെ ആളുകളെ പറക്കും തൂക്കം ഉണ്ടായിരുന്നു. ആ 2 ടെക്നോളജി ഒഴിവാക്കിയാണ്, അന്നത്തെ കാലത്തെ ഒഴിവാക്കലാണ്. പിന്നെ ചന്ദ്രാസൻ മാഷ് പറഞ്ഞ ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പിന്നെ 1952-50കളിൽ ഈ തോപ്പിൽ പാസിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി വന്നപ്പോൾ ഇവിടെ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് അന്നത്തെ ആ കോണ്ടെക്സ്റ്റിൽ അന്നത്തെ മനുഷ്യൻ്റെ അനിവാര്യമായിട്ടുള്ള അവൻ്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം കൊടിയെടുത്ത് പിടിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൊടി അവരവർ പിടിക്കുന്ന കൊടിയാണെന്ന് തോന്നിയതാണ് അനുഭൂതി. അതാണ് സൗന്ദര്യാനുഭൂതി എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ഒരു പഴംപെട്ടിയിൽ കിടക്കുന്ന ഒരു പാഴ്പുരാണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞതല്ല. പരമപിള്ള കൊടിയെടുത്ത് പിടിച്ചപ്പോൾ ഉണ്ടായത് വൈകാരികമായ ത്രസിക്കലല്ല, മറിച്ച് അവൻ്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജീവിതവുമായി ബന്ധപ്പെട്ട, പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വപ്നത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണമുള്ള ഒരു അനുഭൂതിയാണ് തോന്നിയത്. അതുകൊണ്ടാണത് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായി നിന്നത്. ഇന്ന് കാലം വഴിമാറി അന്നത്തെ പോലെ ഇന്നതൊരു ഷോക്കേസ് പീസായിട്ട് ആ നാടകം മാറുകയും ചെയ്തു. അപ്പോൾ ഓരോ സന്ദർഭമനുസരിച്ചും ഈ കല മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. നാടകത്തിന് തിങ്ങി നിറയുന്ന ഒരു ആൾക്കൂട്ടം ഉണ്ടെന്ന് എന്നെപ്പോലൊരു നാടക പ്രവർത്തകൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എവിടെയെങ്കിലും നാടകങ്ങൾ കാണാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ നല്ലത്. അതിനൊക്കെ ബാഹ്യപ്രേരണകളാണുള്ള മറ്റൊരുപാട് കാരണങ്ങളുമുണ്ട്. നാടകം മോശമായതുകൊണ്ടല്ല, കാഴ്ചക്കാർ മോശമായതുകൊണ്ടല്ല, കാലം കെട്ടതായതുകൊണ്ടുമല്ല. നന്ദി. ഞാനിങ്ങനെ വെറുതെ കയറി വന്നാണ് രാജയുടെയും ചന്ദ്രവാസൻ്റെയും ഒക്കെ ചന്ദ്രയുടെയൊക്കെ ഒരു കേൾക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയ 2 കാര്യം വെച്ചാൽ, 2 വാക്കുകൾ എപ്പോഴും നമ്മൾ കൺഫ്യൂഷനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഈ കൺവെൻഷനും മറ്റൊന്ന് ടെക്നിക്സും, സങ്കേതവും സാങ്കേതികത്വവും. അതുപോലെ ഡ്രാമ ടെക്സ്റ്റും തിയേറ്റർ ഫോമും. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും നമുക്കിപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നാടകത്തെക്കുറിച്ച് മറ്റാര് പറയുമ്പോഴും ഇത് കൂടിക്കുഴഞ്ഞ ആകെ പ്രശ്നമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം എനിക്ക് ഈ ഒരു ഡിസ്കഷൻ കണ്ടപ്പോൾ തോന്നിയത്, ഇപ്പോൾ നേരത്തെ നമ്മൾ എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ആക്ടിങ് ഇപ്പോൾ സിനിമയുടെ പോലും മൊത്തം ഹൈജാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളോട് കൂടി ഇതോടുകൂടി ഇത് മൊത്തം മറികടക്കാൻ പോവുകയാണ്. ആക്ടേഴ്സ് വേണ്ട എന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് മൊത്തം ഈ സാങ്കേതികത്വത്തിൻ്റെ വലിയൊരു സ്ഫോടനം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ തനത് എന്ന് പറയുന്ന നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആക്ടർ ആൻഡ് ഓഡിയൻ, ഗ്രോട്ടോസ്കി പറയുന്ന പുവർ തിയേറ്റർ എന്ന് പറയുന്ന സെൻസിൽ ഉള്ള ആ വേദി തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ അത് തന്നെയാണ് നിലനിൽക്കാൻ പോകുന്നത്. പിന്നെ ഈ സമൂഹത്തിൻ്റെ അഭിരുചി വിവിധമായതുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള സംഭവങ്ങളുണ്ടാവും. മാഷ് പറഞ്ഞ പോലെ സാങ്കേതികത്വം ഉപയോഗിച്ചുള്ള നാടകങ്ങളുണ്ടാവും, അല്ലാത്തതുകൊണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ ബേസിക്കലി ഈ ഇൻഡിജിനിയസ് ആയിട്ടുള്ള അതാണ് ശക്തമാകാൻ പോകുന്നത്. അതാണ് വരും തലമുറയെയും പ്രതിനിധീകരിക്കാൻ പോകുന്നത്. നാടകങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. നാടകങ്ങൾ കാണാൻ കൃത്യമായിട്ട് മനുഷ്യർ ഇപ്പോഴും എത്തുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇമേഴ്സീവ് തിയേറ്ററിൻ്റെയും ഇൻട്രാക്റ്റീവ് തിയേറ്ററുകളുടെയും കാലമാണ്. കൂടുതൽ ആളുകൾ ഈ പറഞ്ഞതുപോലെ ചെറിയ ഒരു ഓഡിയൻസ് സ്പേസിലേക്ക് ഇമേഴ്സീവ് തിയേറ്ററിൻ്റെയും ഇൻട്രാക്റ്റീവ് തിയേറ്ററിൻ്റെയും കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നാടകത്തിൻ്റെ രീതി ആ തരത്തിലേക്ക് എക്സ്പെരിമെൻ്റലായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ എപ്പോഴും രണ്ട് വിപരീത പദങ്ങളായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാറുള്ളത്. സാങ്കേതികതയും തനിമയും രണ്ടും വിപരീത പദങ്ങളല്ല. ഈ തനിമ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരിക്കലും ഒരു സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു തനിമയല്ല ഇപ്പോൾ ഉള്ള തനിമ എന്ന് പറഞ്ഞതിന് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ നാടകം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ആന്ത്രപ്പോസെൻട്രിസിസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് ടെക്നോളജി യൂസ് ചെയ്യേണ്ടടുത്ത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക തന്നെ വേണം. നാടകങ്ങൾ കൂടുതൽ മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു.